തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. നിരണം സ്വദേശി വരുണാണ് പിടിയിലായത്. കേസിൽ ഇനി 3 പേർ കൂടിയാണ് പിടിയിലാകാനുള്ളത്. വിവരങ്ങളുമായി ശ്രീരാജ് ഉണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ്, ഈ പിടിയിലായ വരുണിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇയാൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളയാളാണോ? എന്താണ് വിവരങ്ങൾ? അരുണി, അങ്ങനെ തന്നെയാണ്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള ആളാണ് വരുൺ. ഈ പറയുന്ന സുബിൻ അലക്സാണ്ടർ എന്ന അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ ഒരുമിച്ച് പല ക്രിമിനൽ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുള്ളതാണ്. ഇയാളെ ആലുവയിൽ നിന്നുമാണ് പിടികൂടിയത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ പ്രതികൾ എറണാകുളത്ത് ഉള്ളതായി ഒരു ടവർ ലൊക്കേഷൻ ഇവരുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ചിരുന്നു. ശേഷമാണ് ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആകുന്നത്. അത്തരത്തിലായിരുന്നു ഈ അന്വേഷണ സംഘം ഇവർ എറണാകുളം കേന്ദ്രീകരിച്ച് ഉണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ വരുണിനെ ആലുവയിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. ഇനി മറ്റുള്ള 3 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. ഇയാളെ വരുണിനെ അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കേസിൽ പിടിയിലാകുന്ന 3ാമത്തെ ആളാണ് വരുൺ. സുബിൻ അലക്സാണ്ടർ, അതുപോലെ തന്നെ ബെർലിൻ ദാസ്, 2 പേരെ നേരത്തെ തന്നെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ വരുണിനെ കൂടി പിടികൂടിയിരിക്കുകയാണ്. 3 പേരെ ഇനിയും പിടികൂടാനുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപം തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കെ കൂടിയാണ് ഇപ്പോൾ ഊർജിതമായ അന്വേഷണം ഈ പ്രതികൾക്കായി നടക്കുന്നത്. 3 പേർ നിലവിൽ പിടിയിലായിട്ടുണ്ട്. ഇനി പിടികൂടാനുള്ളത് 3 പേരെ കൂടിയാണ്. ഇവരിൽ ചിലർ സംസ്ഥാനം വിട്ടിട്ടുണ്ട് എന്ന സൂചനയും പോലീസിന് ലഭിക്കുന്നുണ്ട്. കാരണം ഈ സുബിൻ ഉൾപ്പെടെയുള്ള കൊട്ടേഷൻ സംഘം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് കുറച്ചു നാളത്തേക്ക് സംസ്ഥാനം വിട്ടുപോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ ഒരു പതിവ് രീതിയുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണയും ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തിയതിനു ശേഷം സംസ്ഥാനം വിട്ടിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് നിലവിലുള്ളത്. എന്നാൽ ഈ വരുണിനെ എറണാകുളത്ത് നിന്ന് പിടികൂടിയ സാഹചര്യത്തിൽ മറ്റുള്ളവരും ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടോ എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും കേസിൽ പിടിയിലാകുന്ന 3ാമത്തെ ആളാണ് വരുൺ. ഇനി 3 പേരെ കൂടി പിടിയിലാകാനുണ്ട്. അരുണ്യ. ശരി ശ്രീരാജ്.